നമ്മൾ ഇതുവരെ നോക്കിയത് അമൈൻസിൻ്റെ നോമൻക്ലേച്ചറും പിന്നെ ഐസോമേഴ്സ് ആണ്. ഇനി വരുന്നതാണ് മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് അമൈൻസ്. അതിൽ ഫസ്റ്റ് പ്രിപ്പറേഷൻ ആണ് ഫ്രം ആൽക്കൈൽ ഹാലൈഡ്സ് ആൻഡ് ബെൻസൈൽ ഹാലൈഡ്സ്. ഇതിൽ തന്നെ 2 മെത്തേഡ്സ് ആണുള്ള. അമോണോളിസിസ് ഓഫ് ആൽക്കൈൽ ഹാലൈഡ്സ് ആൻഡ് ബെൻസൈൽ ഹാലൈഡ്സ് ഉണ്ട്, അസൈഡ് സിന്തസിസ് ഉണ്ട്. നമുക്ക് ഫസ്റ്റ് മെത്തേഡ് നോക്കാം, അമോണോളിസിസ് ഓഫ് ആൽക്കൈൽ ഹാലൈഡ്സ് ആൻഡ് ബെൻസൈൽ ഹാലൈഡ്സ്. An alkyl halide or benzyl halide react with ethanolic solution of ammonia in a sealed tube at 373 Kelvin. A nucleophilic reaction occurs. The halogen atom is replaced by amino group. This process of cleavage of CX bond by ammonia is called ammonolysis. ഒരു ആൽക്കൈൽ ഹാലൈഡ് അല്ലെങ്കിൽ ബെൻസൈൽ ഹാലൈഡ് എത്തനോളിക് സൊല്യൂഷൻ ഓഫ് അമോണിയ ആയിട്ട് റിയാക്ട് ചെയ്യും at 373 Kelvin. ഇങ്ങനെ ആൽക്കൈൽ ഹാലൈഡ് അല്ലെങ്കിൽ ബെൻസൈൽ ഹാലൈഡ് അമോണിയ ആയിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആൽക്കൈൽ ഹാലൈഡിലും ബെൻസൈൽ ഹാലൈഡിലുള്ള CX ബോണ്ട്, അതായത് കാർബൺ ഹാലജൻ ബോണ്ട്, അത് ബ്രേക്ക് ചെയ്യും. ഇങ്ങനെ അമോണിയയുടെ പ്രസൻസിൽ കാർബൺ ഹാലജൻ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് അമോണോളിസിസ് എന്ന് പറയുന്നത്. The first product is a substituted ammonium salt of primary amine. When treated with strong base, primary amine is obtained. അപ്പോൾ ആൽക്കൈൽ ഹാലൈഡ് അല്ലെങ്കിൽ ബെൻസൈൽ ഹാലൈഡിനെ എത്തനോളിക് സൊല്യൂഷൻ ഓഫ് അമോണിയ ആയിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഫസ്റ്റ് പ്രൊഡക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് അമോണിയം സോൾട്ട് ഓഫ് പ്രൈമറി അമൈൻ ആണ്. ഈ സബ്സ്റ്റിറ്റ്യൂട്ടഡ് അമോണിയം സോൾട്ട് ഓഫ് പ്രൈമറി അമൈൻ സ്ട്രോങ് ബേസ് ആയിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രൈമറി അമൈൻ കിട്ടും. അതായത് ആൽക്കൈൽ ഹാലൈഡ് എടുക്കാണ്, ഈ ആൽക്കൈൽ ഹാലൈഡിനെ അമോണിയ ആയിട്ട് ട്രീറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? സബ്സ്റ്റിറ്റ്യൂട്ടഡ് അമോണിയം സോൾട്ട് കിട്ടി. ഈ സബ്സ്റ്റിറ്റ്യൂട്ടഡ് അമോണിയം സോൾട്ടിനെ NaOHന്റെ പ്രസൻസിൽ ട്രീറ്റ് ചെയ്യും. അതായത് ഒരു സ്ട്രോങ് ബേസിൻ്റെ പ്രസൻസിൽ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? ഒരു പ്രൈമറി അമൈൻ കിട്ടി. ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈഥൈൽ ക്ലോറൈഡിനെ NH3യും ഒരു സ്ട്രോങ് ബേസ് സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ പ്രസൻസിൽ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈഥൈൽ അമൈൻ കിട്ടും, ഒരു പ്രൈമറി അമൈൻ കിട്ടി. അതുപോലെ തന്നെ ബെൻസൈൽ ക്ലോറൈഡിനും അമോണിയയുടെയും സോഡിയം ഹൈഡ്രോക്സൈഡിനും പ്രസൻസിൽ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബെൻസൈൽ അമൈൻ കിട്ടി. Primary amine behaves as a nucleophile. If present in excess, react with alkyl halide, form secondary amines, tertiary amines and quaternary ammonium salt. അതായത് ആൽക്കൈൽ ഹാലൈഡ്സിനും ബെൻസൈൽ ഹാലൈഡ്സിനും അമോണിയയുടെ പ്രസൻസിൽ ട്രീറ്റ് ചെയ്തപ്പോൾ നമുക്ക് പ്രൈമറി അമൈൻസ് കിട്ടി. ഈ പ്രൈമറി അമൈൻസ് ബിഹേവ്സ് ആസ് എ ന്യൂക്ലിയോഫൈൽ. ഇനി ആൽക്കൈൽ ഹാലൈഡ്സ് എക്സസ് ആയിട്ട് പ്രസൻ്റ് ആണെങ്കിൽ ഈ പ്രൈമറി അമൈൻസ് ആൽക്കൈൽ ഹാലൈഡ് ആയിട്ട് റിയാക്ട് ചെയ്യും. എന്നിട്ട് സെക്കൻഡറി അമൈൻസ് ഫോം ചെയ്യും. ഈ സെക്കൻഡറി അമൈൻസ് വീണ്ടും ആൽക്കൈൽ ഹാലൈഡ് ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് ടേർഷ്യറി അമൈൻസ് ഫോം ചെയ്യും. ഈ ടേർഷ്യറി അമൈൻസ് ആൽക്കൈൽ ഹാലൈഡ് ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് ക്വാട്ടർണറി അമോണിയം സോൾട്ട് ഫോം ചെയ്യും. ഇവിടെ അടിയിലുള്ള റിയാക്ഷൻ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ RNH2, അതായത് ഒരു പ്രൈമറി അമൈൻ, ആൽക്കൈൽ ഹാലൈഡ് RX ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് സെക്കൻഡറി അമൈൻ ഫോം ചെയ്തു. വീണ്ടും RX ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് ടേർഷ്യറി അമൈൻ, പിന്നെ ക്വാട്ടർണറി അമോണിയം സോൾട്ട് ഫോം ചെയ്യും. ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ക്ലോറോ ഈഥൈൻ അമോണിയയുടെ പ്രസൻസിൽ എത്തൻ അമൈൻ ഫോം ചെയ്യും. അതൊരു പ്രൈമറി അമൈൻ ആണ്. അതിന് C2H5Cl, അതായത് ക്ലോറോ ഈഥൈൻ്റെ പ്രസൻസിൽ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ N-ഈഥൈൽ എത്തൻ അമൈൻ കിട്ടും, സെക്കൻഡറി അമൈൻ കിട്ടും. പിന്നെ വീണ്ടും ക്ലോറോ ഈഥൈൻ്റെ പ്രസൻസിൽ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ NN ഡൈ ഈഥൈൽ എത്തൻ അമൈൻ കിട്ടും. ഇതിനെ വീണ്ടും ക്ലോറോ ഈഥൈൻ്റെ പ്രസൻസിൽ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടെട്രാ ഈഥൈൽ അമോണിയം ക്ലോറൈഡ് കിട്ടും, അതായത് ഒരു ക്വാട്ടർണറി അമോണിയം സോൾട്ട് കിട്ടും. ഇങ്ങനെ ആൽക്കൈൽ ഹാലൈഡിനും ബെൻസൈൽ ഹാലൈഡിനും അമോണിയയുടെ പ്രസൻസിൽ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 ടൈപ്സ് ഓഫ് അമൈൻസും പിന്നെ ഒരു ക്വാട്ടർണറി അമോണിയം സോൾട്ടാണ് കിട്ടുക. A good method to convert alkyl halide to a primary amine containing 1 carbon atom more, conversion to corresponding alkyl cyanide. ഒരു ആൽക്കൈൽ ഹാലൈഡിനെ മോർ ദാൻ 1 കാർബൺ ആറ്റമുള്ള പ്രൈമറി അമൈൻ ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഗുഡ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആൽക്കൈൽ ഹാലൈഡിനെ ഒരു ആൽക്കൈൽ സയനൈഡ് ആയിട്ട്, കറസ്പോണ്ടിങ് ആൽക്കൈൽ സയനൈഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക. എന്നിട്ട് ആ ആൽക്കൈൽ സയനൈഡിനെ റെഡ്യൂസ് ചെയ്യുക ഇൻ ദ പ്രസൻസ് ഓഫ് ഹൈഡ്രജൻ, റെയ്നെ, നിക്കൽ അല്ലെങ്കിൽ ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് ആണ്. അപ്പോൾ നമുക്ക് പ്രൈമറി അമൈൻ കണ്ടെയ്നിങ് മോർ ദാൻ 1 കാർബൺ ആറ്റം കിട്ടും. നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് അമൈൻസിൻ്റെ പ്രിപ്പറേഷൻ ആണ് ഫ്രം ആൽക്കൈൽ ഹാലൈഡ്സ് ആൻഡ് ബെൻസൈൽ ഹാലൈഡ്സ്.
അതിൽ ഫസ്റ്റ് മെത്തേഡ് പറഞ്ഞു അമോണോളിസിസ് ഓഫ് ആൽക്കൈൽ ഹാലൈഡ്സ് ആൻഡ് ബെൻസൈൽ ഹാലൈഡ്സ്. ഇനി സെക്കൻഡ് മെത്തേഡാണ് അസൈഡ് സിന്തസിസ്. ആൽക്കൈൽ ഹാലൈഡ്സ് ട്രീറ്റഡ് വിത്ത് സോഡിയം അസൈഡ് ഗീവ്സ് ആൽക്കൈൽ അസൈഡ്സ്. അതായത് ആൽക്കൈൽ ഹാലൈഡ്സ് സോഡിയം അസൈഡായിട്ട് ട്രീറ്റ് ചെയ്യും, അപ്പോൾ നമുക്ക് ആൽക്കൈൽ അസൈഡ്സ് കിട്ടും. ഈ ആൽക്കൈൽ അസൈഡ്സിൻ്റെ കാറ്റലിറ്റിക് ഹൈഡ്രോജനേഷൻ നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈമറി അമൈൻസ് വിത്ത് ദി സെയിം നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ആസ് ഇൻ ദി പാരന്റ് ആൽക്കൈൽ ഹാലൈഡ് കിട്ടും. അതായത് ആൽക്കൈൽ ഹാലൈഡിനെ സോഡിയം അസൈഡിൻ്റെ പ്രസൻസിൽ ട്രീറ്റ് ചെയ്തപ്പോൾ നമുക്ക് ആൽക്കൈൽ അസൈഡ് കിട്ടി. ഈ ആൽക്കൈൽ അസൈഡിൻ്റെ കാറ്റലിറ്റിക് ഹൈഡ്രോജനേഷൻ നടത്തി കഴിഞ്ഞാൽ പാരന്റ് ആൽക്കൈൽ ഹാലൈഡിലുള്ള സെയിം നമ്പർ ഓഫ് കാർബണാറ്റുള്ള പ്രൈമറി അമൈൻ നമുക്ക് കിട്ടും. അടിയിലുള്ള റിയാക്ഷൻ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ആൽക്കൈൽ ഹാലൈഡ് എടുത്തു, പ്ലസ് സോഡിയം അസൈഡാണ്, നമുക്കൊരു ആൽക്കൈൽ അസൈഡ് കിട്ടി. അതിൻ്റെ കാറ്റലിറ്റിക് ഹൈഡ്രോജനേഷൻ നടത്താണ് ഇൻ ദ പ്രസൻസ് ഓഫ് ഹൈഡ്രജൻ ആൻഡ് പലേഡിയം പ്രൈമറി അമൈൻ കിട്ടി. ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഈഥൈൽ ബ്രോമൈഡിനെ സോഡിയം അസൈഡിൻ്റെ പ്രസൻസിൽ ട്രീറ്റ് ചെയ്യാണ്, അപ്പോൾ ഈഥൈൽ അസൈഡ് കിട്ടി. അതിൻ്റെ കാറ്റലിറ്റിക് ഹൈഡ്രോജനേഷൻ നടത്താണ് ഇൻ ദ പ്രസൻസ് ഓഫ് ഹൈഡ്രജൻ ആൻഡ് പലേഡിയം ഈഥൈൽ അമൈൻ കിട്ടി. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു സോഡിയം അസൈഡ് എന്ന് പറഞ്ഞു. ഈ സോഡിയം അസൈഡിന് പകരം നമുക്ക് KN3 അതായത് പൊട്ടാഷ്യം അസൈഡും യൂസ് ചെയ്യാനായിട്ട് പറ്റും. ആൽക്കൈൽ ഹാലൈഡ്സിൻ്റെ പോലെ തന്നെ ബെൻസൈലിക് ഹാലൈഡ്സിനും നമുക്ക് പ്രൈമറി അമൈൻസ് ആക്കി കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ബെൻസൈൽ ക്ലോറൈഡ് എടുത്തു, ഇൻ ദ പ്രസൻസ് ഓഫ് KN3 നമുക്ക് ബെൻസൈൽ അസൈഡ് കിട്ടി. അതിൻ്റെ കാറ്റലിറ്റിക് ഹൈഡ്രോജനേഷൻ നടത്താണ് ഇൻ ദ പ്രസൻസ് ഓഫ് LiAlH4 ലിഥിയം അലുമിനിയം ഹൈഡ്രജൻ്റെ പ്രസൻസിൽ നമുക്ക് എന്ത് കിട്ടും? ബെൻസൈൽ അമൈൻ കിട്ടും. നമ്മൾ ഇതുവരെ പറഞ്ഞത് എന്തായിരുന്നു? അമൈൻസിൻ്റെ പ്രിപ്പറേഷനാണ് ഫ്രം ആൽക്കൈൽ ഹാലൈഡ്സ് ആൻഡ് ബെൻസൈൽ ഹാലൈഡ്സ് ആണ് പറഞ്ഞിരുന്നത്. അതിൽ ഫസ്റ്റ് മെത്തേഡ് പറഞ്ഞു അമോണോളിസിസ് ഓഫ് ആൽക്കൈൽ ഹാലൈഡ്സ് ആൻഡ് ബെൻസൈൽ ഹാലൈഡ്സ്. പിന്നെ പറഞ്ഞ സെക്കൻഡ് മെത്തേഡാണ് അസൈഡ് സിന്തസിസ്. ഇത് രണ്ടുമാണ് എനിക്ക് എടുക്കാനുള്ള ടോപ്പിക്ക്. താങ്ക് യു.